പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ ഇസ്രയേലിന് പൂർണ്ണ സംരക്ഷണം തീർക്കുന്ന അമേരിക്കൻ സൈനിക തന്ത്രങ്ങൾക്ക് വൻ തിരിച്ചടി നേരിടുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒരേ സമയം ഇസ്രയേലിന് മിസൈൽ പ്രതിരോധ കവചമൊരുക്കാനും സ്വന്തം മാതൃരാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും യുഎസ് സൈന്യത്തിന് ഇനി സാധിച്ചേക്കില്ലെന്ന ഗുരുതരമായ മുന്നറിയിപ്പാണ് പെന്റഗണിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തെയും ഇസ്രയേൽ നേതൃത്വത്തെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ യൂറോപ്യൻ കമാൻഡിന്റെ അധിപനായ ജനറൽ അലക്സിസ് ഗ്രീൻകെവിച്ച് പെന്റഗൺ ഉന്നത നേതൃത്വത്തിന് നൽകിയ അടിയന്തര മുന്നറിയിപ്പാണ് ഈ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഇറാന്റെ തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ തക്ക ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകൾ ഇനി യുഎസ് നാവികസേനയുടെ പക്കലില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സൈനിക സജ്ജീകരണങ്ങളുടെ പരിമിതി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. വർഷങ്ങളായി ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സൈനിക പങ്കാളിയും സംരക്ഷകനുമായി നിലകൊള്ളുന്നത് അമേരിക്കയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തങ്ങളുടെ വിഭവങ്ങൾ പരിമിതമാണെന്നും ഒരേ സമയം പല മേഖലകളിൽ സൈനിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ ശേഷിയെ തന്നെ ബാധിക്കുമെന്നും യുഎസ് സൈനിക മേധാവികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. മധ്യപൂർവേഷ്യൻ കടലിടുക്കുകളിലും ചെങ്കടലിലും പേർഷ്യൻ ഉൾക്കടലിലുമായി നിലവിൽ അമേരിക്കയുടെ വൻ സൈനിക സാന്നിധ്യമാണുള്ളത്. വിമാനവാഹന കപ്പലുകളും ഡിസ്ട്രോയറുകളും ഉൾപ്പെടെയുള്ള യുഎസ് നാവികസേനാ വ്യൂഹം മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ദീർഘകാല സൈനിക വിന്യാസം നാവികസേനയുടെ ശേഷിയെ വൻതോതിൽ ചോർത്തിക്കളയുന്നുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഹൂതി വിമതരുടെ ആക്രമണം മൂലം ലോക വ്യാപാരത്തിന്റെ നിർണായക പാതയായ ബാബൽ മന്ദേബ് കടലിടുക്കൽ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് വൻതോതിൽ നാവികസേനയെ വിന്യസിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെങ്കടലിലൂടെ നടന്നു പോകുന്ന അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി പ്രതിദിനം ദശലക്ഷക്കണക്കിന് ഡോളറാണ് യുഎസ് സൈന്യം ചെലവഴിക്കുന്നത്. ഇത് അമേരിക്കൻ പ്രതിരോധ ബജറ്റിനും ആയുധ ശേഖരത്തിനും വൻ ഭാരമാണ് ഉണ്ടാക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള മിസൈൽ ഡ്രോൺ ഭീഷണികൾ വർദ്ധിച്ചതോടെ ഇസ്രയേലിന് ചുറ്റും അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നിരന്തരം കാവൽ നിൽക്കേണ്ടി വരുന്നു. പ്ലഷർ ബാലിസ്റ്റിക് മിസൈലുകളെയും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യകളെയും തടഞ്ഞു നിർത്താൻ അതിനൂതനമായ പ്രതിരോധ സംവിധാനങ്ങളാണ് യുഎസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നത് ആയുധക്ഷാമത്തിലേക്ക് വഴിവെക്കും. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ ആയുധ ശേഖരം അതിവേഗം തീർന്നു പോകുന്നു എന്ന നടുക്കുന്ന വിവരവും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങേയറ്റം ചെലവേറിയതും നൂതനവുമായ താഡ് ഇന്റർസെപ്റ്ററുകളുടെ ശേഖരത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് പെന്റഗണിന്റെ ഉറക്കം കെടുത്തുന്ന പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. ഇസ്രയേലും ഇറാനും തമ്മിൽ അടുത്തിടെയുണ്ടായ അതിരൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലിൽ 100-ലധികം താഡ് ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് അമേരിക്കയ്ക്ക് പ്രയോഗിക്കേണ്ടി വന്നത്. ഇറാന്റെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോമിനും ആരോ സംവിധാനങ്ങൾക്കും പുറമെ അമേരിക്കയുടെ ഈ കവചവും അത്യാവശ്യമായിരുന്നു. എന്നാൽ ഈ വൻതോതിലുള്ള ഉപയോഗം യുഎസിന്റെ സ്വന്തം ശേഖരത്തെ ശൂന്യമാക്കുകയാണ് ചെയ്തത്. ഇറാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു വൻകിടി ആക്രമണം ഉണ്ടാക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഇന്റർസെപ്റ്റർ മിസൈലുകൾ എത്തിച്ചു നൽകാൻ പെന്റഗണിന് സാധിക്കുമോ എന്നതിനാൽ നിർണായകമായ സംശയങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പെട്ടെന്നൊരു നിമിഷത്തിൽ ഇത്തരം മിസൈലുകൾ നിർമ്മിച്ചെടുക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇത് ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ വൻതോതിൽ ദുർബലപ്പെടുത്തും. അമേരിക്കൻ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് ഇത്രയും ഉയർന്ന തോതിലുള്ള മിസൈൽ ആവശ്യകത പെട്ടെന്ന് നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സങ്കീർണമായ സാങ്കേതിക വിദ്യ ആവശ്യമായ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ നിർമ്മാണത്തിന് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. അതിനാൽ നിലവിലെ ശേഖരം തീർന്നു പോയാൽ അമേരിക്കയ്ക്ക് പകരം ഒന്ന് കണ്ടെത്തുക പ്രയാസമായിരിക്കും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് ജനറൽ അലക്സിസ് ഗ്രീൻകെവിച്ച് പെന്റഗണിന് ശക്തമായ താക്കീത് കൊടുത്തത്. ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിനായി അമേരിക്കയുടെ സ്വന്തം പസഫിക് യൂറോപ്യൻ മേഖലകളിലെ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്തുന്നത് വൻ വിഡിത്തമായിരിക്കുമെന്ന് സൈനിക വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളെ നേരിടാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം മണ്ണിലും പസഫിക് മേഖലയിലും ശക്തമായ നാവിക വ്യോമ സാന്നിധ്യം ആവശ്യമാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഡിസ്ട്രോയറുകളെയും മിസൈലുകളെയും തുടർച്ചയായി തിരിച്ചുവിടുന്നത് അമേരിക്കയുടെ ആഗോള സുരക്ഷാ സന്തുലിതാവസ്ഥയെ തന്നെ തകരാറിലാക്കുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയൊരു ആഘാതമാണ് ഈ വാർത്ത നൽകുന്നത്.
ഇറാന്റെ ഭീഷണിയെ നേരിടാൻ അമേരിക്കൻ സൈനിക പിന്തുണയിലാണ് ഇസ്രയേൽ പൂർണ്ണമായും ആശ്രയിച്ചത്. എന്നാൽ US സൈന്യം കൈമലർത്തുന്നതോടെ മേഖലയിൽ നെതന്യാഹു ഒറ്റപ്പെടുന്ന അവസ്ഥ സംജാതമാകും. ഇറാന്റെ അടുത്തിടെയുള്ള മിസൈൽ സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് എതിരാളിയുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വൻതോതിൽ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ബാബൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ തുടരുന്ന പോരാട്ടം അമേരിക്കൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയാൻ US നാവികസേന വൻതോതിൽ ആയുധങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഇസ്രയേലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അമേരിക്കൻ നികുതിദായകരുടെ പണവും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളുടെ യുദ്ധങ്ങൾക്കായി പാഴാക്കരുത് എന്ന ശബ്ദം US കോൺഗ്രസിൽ ശക്തമാകുന്നുണ്ട്. സ്വന്തം മാതൃരാജ്യ സംരക്ഷണം മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കാൻ ഭരണകൂടം നിർബന്ധിതരാക്കുകയാണ്. തങ്ങളുടെ സ്വന്തം നാവികസേന ഡിസ്ട്രോയറുകൾക്ക് അറ്റകുറ്റപ്പണികളും നവീകരണവും ആവശ്യമായ സമയമാണിത്. ദീർഘകാലമായി തുടർച്ചയായി കടലിൽ സർവീസ് നടത്തുന്നത് കൊണ്ട് പല യുദ്ധക്കപ്പലുകളുടെയും പ്രവർത്തനക്ഷമത കുറയുന്നുണ്ട്. ഇവ തിരികെ എത്തിച്ച് പരിപാലിച്ചില്ലെങ്കിൽ അമേരിക്കൻ നാവികസേനയുടെ മൊത്തത്തിലുള്ള വീര്യം ചോർന്നു പോകും. ഇസ്രയേലിന്റെ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ 3 എന്നിവയ്ക്ക് പോലും ഇറാന്റെ സമ്പൂർണ്ണ മിസൈൽ ആക്രമണങ്ങളെ ഒറ്റയ്ക്ക് തടയാൻ കഴിയില്ലെന്നത് വസ്തുതയാണ്. അമേരിക്കൻ ഡിസ്ട്രോയറുകളിൽ നിന്നുള്ള ഇന്റർസെപ്റ്ററുകളുടെ പിന്തുണയില്ലാതെ ഇസ്രയേൽ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുക പ്രയാസമാണ്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഈ പിന്മാറ്റ സൂചനകൾ അറബ് ലോകത്തും പുതിയ ചലനങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ് ഇസ്രയേലിന് പുതിയ നയതന്ത്ര വഴികൾ തിരയാൻ പ്രേരണയായേക്കാം. അമേരിക്കയിലെ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പെന്റഗൺ തങ്ങളുടെ മുൻഗണനകൾ പുനർനിർണയിക്കണമെന്നാണ്. മധ്യപൂർവേഷ്യൻ യുദ്ധങ്ങളിൽ അനാവശ്യമായി ആഴത്തിൽ ഇടപെടുന്നത് ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ വളർച്ചയെ ചെറുക്കുന്നതിൽ അമേരിക്കയെ പിന്നോട്ടടിക്കുമെന്നവർ വാദിക്കുന്നു. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ നിന്ന് US സൈന്യം പിന്മാറാൻ തുടങ്ങിയാൽ അത് മേഖലയിൽ പുതിയൊരു യുദ്ധസമവാക്യം സൃഷ്ടിക്കും. ഇറാന് കൂടുതൽ ആത്മവിശ്വാസം നൽകാനും ഇസ്രയേലിന് മേൽ നയതന്ത്രപരമായും സൈനികപരമായും കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഇത് വഴിവെക്കും. അമേരിക്കൻ പ്രസിഡന്റും പെന്റഗണും ഇപ്പോൾ വലിയൊരു ധർമ്മസങ്കടത്തിലാണ്. ചരിത്രപരമായ സഖ്യകക്ഷിയായ ഇസ്രയേലിനെ ഉപേക്ഷിക്കാനും സാധിക്കില്ല. അതേസമയം തങ്ങളുടെ സ്വന്തം രാജ്യത്തിന്റെ പ്രതിരോധ ആയുധശേഖരം പൂർണ്ണമായി ശൂന്യമാക്കാനും സാധിക്കില്ല. ഈ സങ്കീർണമായ അവസ്ഥയിലാണ് വാഷിംഗ്ടൺ. വരാനിരിക്കുന്ന മാസങ്ങളിൽ പെന്റഗൺ തങ്ങളുടെ സൈനിക വിന്യാസത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് ചില കപ്പലുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും അമേരിക്കൻ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അമേരിക്കൻ സൈന്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്ന ഈ മുന്നറിയിപ്പ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആഗോള സൈനിക ശക്തിയാണെങ്കിലും അമേരിക്കയുടെ വിഭവങ്ങൾക്കും പ്രതിരോധ ശേഷിക്കും ചില പരിധികളുണ്ട്. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളിൽ ഒരേ സമയം പങ്കാളിയാകുന്നത് വൻ ശക്തികളെ പോലും തളർത്തുമെന്നതിന്റെ ഉദാഹരണമാണിത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക നൽകുന്ന ഈ മുന്നറിയിപ്പ് ലോകരാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവാക്കും. ഇസ്രയേൽ ഇനി സ്വന്തം എങ്ങനെ സുരക്ഷ ഉറപ്പാക്കുമെന്നതും ഇറാൻ ഈ അവസരം എങ്ങനെ മുതലെടുക്കുമെന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.